അവരുടെ ലൈഫ് സ്റ്റൈൽ അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ലൈഫ് സ്റ്റൈൽ വേണം. അന്നേരം ഇവിടെ നമ്മളുടെ നാട്ടിൽ അത് ഓർഗനൈസ്ഡ് അല്ല. മറ്റേ വെള്ളി രാജ്യങ്ങളിൽ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ലൈഫ് സ്റ്റൈലുണ്ട്. അത് കണ്ടിട്ടാണ് പോകുന്നത്. പക്ഷേ അതൊരു തുടക്കത്തിൽ കിട്ടുന്ന ഒരു റൈറ്റ് ഫീലിംഗ് മാത്രമാണ്. ഇവിടെ അതല്ലാതെ തന്നെ നമ്മുടെ നാടിൽ അഭിമാനിക്കാവുന്ന വളരെയേറെ കാര്യങ്ങളുണ്ട്. അത് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ അവർ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇനി തന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലോട്ട് വരാൻ പോവാണ്, നമ്മുടെ കേരളത്തിലേക്ക് വരാൻ പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫോറിൻ യൂണിവേഴ്സിറ്റി പോയി പഠിക്കേണ്ട കാര്യമില്ല, ഇവിടെ വരാൻ പോവുകയാണ്. അവരെല്ലാം തന്നെ കേരളത്തിലൊക്കെ തന്നെ വരാൻ പോവുകയാണ്. ഫോറിൻ കൺട്രീസിലെ പോകുന്നതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ റിട്ടേണും അല്ലെങ്കിൽ അതൊക്കെ ഒരു മൈഗ്രേഷൻ ഒരു മൂഡിലാണ് ഈ പോകുന്നത്. ഇപ്പം മൈഗ്രേഷന് വേണ്ടിയുള്ള ഒരു സ്കോപ്പൊക്കെ തന്നെ കുറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അവർക്കൊക്കെ തന്നെ വളരെ വാല്യുബിളായിട്ടുള്ള പോസ്റ്റുകളിലുള്ളവരെ മാത്രം ആവശ്യമുള്ളൂ, അല്ലാതെ നോർമൽ അവർക്ക് ആവശ്യമില്ല. അവരെല്ലാം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഈ പറഞ്ഞ പോലെ മറ്റു നമുക്കുള്ള റോബോട്ടിക്സൊക്കെ വരുമ്പം അവർക്ക് ആൾക്കാരെ കുറയ്ക്കാൻ ഈസിയായിട്ട് സാധിക്കും. നേരത്തെ അവരുടെ വർക്കുകൾ ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പരമാവധി അവർക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലേബറിനെ മുഴുവൻ മൈഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യം ഇല്ല.